കണ്ണൂർ അഴീക്കലിന് സമീപം തീപിടിച്ച കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ജലപ്രവാഹങ്ങളുടെ ഗതി അനുസരിച്ച് മാലിന്യങ്ങൾ തെക്കൻ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞേക്കാമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സമുദ്രങ്ങളുടെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സ്ഥിതി വിവരങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്ന ഒരു സംഘടനയാണ് ഇൻകോയ്സ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച്, അതായത് ഇത്തരത്തിൽ ഒരു കപ്പൽ ദുരന്തമുണ്ടായപ്പോൾ തന്നെ ഇൻകോയ്സുമായി കോസ്റ്റ് ഗാർഡും നേവിയും ബന്ധപ്പെട്ടിരുന്നു. ഇവർ നടത്തിയ പഠനമനുസരിച്ച് 9-ാം തീയതി 4 മണി മുതൽ തന്നെ കപ്പലിൽ നിന്നും നേരിയ തോതിൽ ഇന്ധനങ്ങൾ ചോർന്നു തുടങ്ങിയിരുന്നു. ആ ഇന്ധന ചോർച്ച വളരെ വേഗത്തിൽ ഇനി പടരാനുള്ള സാധ്യതയാണ് ഇവർ വിലയിരുത്തുന്നത്. അങ്ങനെ ഇന്ധനം ചോർന്നു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ ജലപ്രവാഹത്തിനൊപ്പം തന്നെ തെക്കൻ കേരള ഭാഗങ്ങൾ, അതായത് കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള ഭാഗങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇതിനായി ഇവർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഇതിനകത്തുള്ള കണ്ടെയ്നറുകളിൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ അത് സമുദ്രത്തിലേക്ക് ഏകദേശം പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറേ അധികം പൊട്ടിത്തെറിയിലൂടെ തന്നെ വെള്ളത്തിൽ ലയിച്ച് അതും സമുദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് കാണാം, ആ ഡയഗ്രത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിനകത്ത് കറുത്ത രേഖകൾ പോലെ കാണിച്ചിരിക്കുന്നുണ്ട്. അതാണ് ഈ മാലിന്യങ്ങൾ തെക്കൻ ദിശയിലേക്ക് ഒഴുകുന്നത് സൂചിപ്പിക്കുന്ന ഒരു രേഖകളാണ് ആ രേഖകൾ സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് ഈ മാലിന്യങ്ങൾ വലിയ താമസമില്ലാതെ ഒഴുകി തുടങ്ങും എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അതിന് അത്യാവശ്യം വേണ്ടിവരുന്ന പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതൽ നടപടികൾ ലോക്കൽ ബോഡികൾ, അതായത് ഓരോ സ്ഥലങ്ങളിലെയും സമുദ്രവുമായി അടുത്ത് കിടക്കുന്ന തീരമേഖലകളിലെ ലോക്കൽ ബോഡികൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി മാലിന്യങ്ങൾ അതനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ മാലിന്യങ്ങൾ തെക്കൻ കേരളം ലക്ഷ്യമാക്കി നീങ്ങാനുള്ള സാധ്യതയാണ് പറയുന്നത്. നിലവിൽ സമുദ്രം ശാന്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള ഒരു ഓയിൽ സ്പ്രെഡിലേക്ക് സാധ്യത കുറവാണ്. എങ്കിൽ പോലും ഈ സൈക്ലോൺസോ അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വെതർ കണ്ടീഷനിലുണ്ടാകുന്ന അല്ലെങ്കിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലും തെക്കേ ഇന്ത്യയിലൊക്കെ തന്നെ മഴയുടെ കാലമാണ്, മൺസൂൺ കാലമാണ്. കഴിഞ്ഞ 2 ദിവസമായി വലിയ തരത്തിലുള്ള കാറ്റും മഴയുമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സമുദ്രത്തിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ തന്നെ വളരെ ശാന്തവുമാണ്. അതുകൊണ്ടാണ് വലിയ തരത്തിലുള്ളൊരു സ്പ്രെഡ് ഇപ്പോഴുണ്ടാകാതിരിക്കുന്നത്. എന്നാൽ ജലപ്രവാഹം അല്ലെങ്കിൽ അടിയൊഴുക്ക് അണ്ടർ കറൻസ് ഉണ്ടാകുമ്പോൾ ഈ ജലപ്രവാഹത്തിൻ്റെ ഭാഗമായിട്ട് ഈ കെമിക്കലുകൾ അല്ലെങ്കിൽ ഈ രാസവസ്തുക്കളും ഒപ്പം ഓയിലും ഒഴുകി തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. നേരത്തെ കൊച്ചി തീരത്തിനടുത്ത് ഇതുപോലെ തന്നെ കപ്പൽ മുങ്ങിയപ്പോഴേക്കും ആ കണ്ടെയ്നറുകളിലുണ്ടായ മാറ്റങ്ങളും അത് ഒഴുകിയെത്തുന്ന കാര്യങ്ങളുമൊക്കെ ഇൻകോയ്സ് നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇൻകോയ്സ് നൽകുന്നത്. അതേസമയം ഇത് എന്തുമാത്രം നാശം തീരത്തിനുണ്ടാക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർ പറയുന്നില്ല. കാരണം ഇതിനകത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എണ്ണ കടലിലേക്ക് പടരുന്നത് അത് വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് അങ്ങനെ പടരാതിരിക്കുന്നതിന് വേണ്ടി കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എത്ര കണ്ട് ഫലപ്രദമാകും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. കാരണം കപ്പലിനകത്ത് ഇപ്പോഴും വലിയ തരത്തിൽ തീയില്ലെങ്കിൽ പോലും തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം ഈ കപ്പലിൻ്റെ ചെരിവ് അതുപോലെ തന്നെ തുടരുകയും ചെയ്യുന്നു. ഈ 2 സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്നോ നാളെയോ കൊണ്ട് കപ്പൽ 2ആയി പിളരാനോ അല്ലെങ്കിൽ ആ കപ്പലിലെ ഇന്ധന ടാങ്കുകളിൽ നിന്നും വലിയ തരത്തിലുള്ള ചോർച്ചയ്ക്കോ ഉള്ള സാധ്യത ഇൻകോയ്സ് തള്ളിക്കളയുന്നില്ല. അത്തരത്തിൽ ഒരു ചോർച്ച ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ ചോർച്ച സമയത്ത് തന്നെ വളരെ വേഗത്തിൽ ഓയിൽ അല്ലെങ്കിൽ ഈ ഇന്ധനങ്ങൾ തന്നെ അവിടുന്ന് തെക്കൻ ഭാഗത്തേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇൻകോയ്സ് നൽകുന്നത്. അത് കൃത്യമായും ആ ഡയഗ്രത്തിനകത്ത് കറുത്ത വരകൾ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അതൊരു അധിക ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ടായിട്ട് കണക്കാക്കപ്പെടുന്നതും. എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ തരത്തിലുള്ള പഠനങ്ങൾ ഇൻകോയ്സ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ കപ്പൽ താഴ്ന്നു പോവുകയോ അല്ലെങ്കിൽ കപ്പൽ അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻകോയ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയുമൊക്കെ പ്രവർത്തനം നടത്താറുള്ളത്. കാരണം ഈ കടലുമായി ബന്ധപ്പെട്ട സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കുകയും അത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുന്നതും ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള ഈ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് മാരിടൈം ബോർഡ് ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഈ ഇൻകോയ്സുമായി ബന്ധപ്പെടുകയും അവർ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങളിലാണ് വളരെ വ്യക്തമായി പറയുന്നത് 9-ാം തീയതി 4 മണി മുതൽ തന്നെ നേരിയ തോതിൽ ഇന്ധന ചോർച്ച ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ
ദിവസങ്ങളിൽ ഏകദേശം 540 ടൺ അതിനടുത്താണ് ഡീസലിനെ കുറിച്ച് പറയുന്നത്. അത്രയും ടൺ ഡീസൽ അതിനകത്തുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പൽ ഏതെങ്കിലും തരത്തിൽ വലിയ തരത്തിലൊരു പൊട്ടിത്തെറി ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ് കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയും ഒക്കെ. കാരണം അത്രയധികം കഴിഞ്ഞ 2 ദിവസമായി കപ്പലിലേക്ക് വളരെയധികം വെള്ളം ചീറ്റിക്കൊണ്ട് ആ കപ്പലിൽ പരമാവധി തണുപ്പിച്ച് അതിനകത്തുള്ള കണ്ടെയ്നറുകളിൽ തീ കെടുത്താനുള്ളൊരു ശ്രമം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഭവങ്ങൾക്കോ ഒരു സാധ്യത കുറവാണ്. എങ്കിൽ തന്നെയും ഈ അതിഭയങ്കരമായ ചൂട് കൊണ്ട് ടാങ്കുകളിൽ ഇന്ധന ടാങ്ക് ഒരു ടാങ്കിലല്ല ഒന്നിലധികം ടാങ്കുകളിലായിട്ടായിരിക്കും ഇതിൻ്റെ ഡീസൽ ക്രമീകരിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. അത്തരത്തിൽ ഏതെങ്കിലും ടാങ്കുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയും. എന്തായാലും പാരിസ്ഥിതിക ആഘാതങ്ങൾ വലിയ തരത്തിലുണ്ടാകാനുള്ള സാധ്യത ഇൻക്വസ്റ്റ് തള്ളിക്കളയുന്നില്ല. കാരണം നേരത്തെ തന്നെ അവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് കൊച്ചി തീരത്ത് ഇതുപോലെ കപ്പലപകടം ഉണ്ടായപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്നതാണ് തെക്കൻ ഭാഗങ്ങളിലേക്ക് വലിയ തരത്തിൽ ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തും എന്ന് പറഞ്ഞത്. അത് ഏകദേശം തമിഴ്നാടിൻ്റെ അതിർത്തി വരെ ഒഴുകിയെത്തിയിരുന്നു. ഇപ്പോഴും ആ മാലിന്യങ്ങൾ കടൽപ്പരപ്പിലും ഒപ്പം സമുദ്രതീരങ്ങളിലൊക്കെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അത്തരത്തിൽ ഒരു അതിനേക്കാൾ കുറച്ചുകൂടി അതായത് അതിനകത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകാരികളായിട്ടുള്ള ഒന്നുമില്ലായിരുന്നു. പക്ഷേ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ ഇതല്ല, ഏകദേശം 15-20 കണ്ടെയ്നറുകളിൽ തന്നെ രാസവസ്തുക്കൾ, അതും കാഠിന്യമുള്ളതും ജീവനാശം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ വസ്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വ്യക്തമായി പറയുന്നത് ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക ആഘാതം ചെറുതാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും ഇതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതായത് കടലിലുണ്ടാവുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായ ഒരു നിർദ്ദേശം ഈ തീരങ്ങളിലുള്ള ലോക്കൽ ബോഡികൾ, പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ തീരത്തേക്ക് അടിയുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, കടലിൽ ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എൻക്വയസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. ആതിര. തീർച്ചയായും ബിനോയ്, തീയുടെ വ്യാപനം കുറഞ്ഞു, എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്? ഏതൊക്കെ സംഘങ്ങളാണ് ദൗത്യത്തിനായി ഇപ്പോഴും അവിടെ ഉള്ളത്? കോസ്റ്റ് ഗാർഡിൻ്റെ 3 കപ്പലുകളും നേവിയുടെ 2 കപ്പലുകളുമാണ് നിലവിൽ ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത്. അതായത് കോഴിക്കോടൻ തീരത്ത് നിന്നും ഏകദേശം 80 നോട്ടിക്കൽ മൈൽ ദൂരെയായിട്ട് തന്നെയാണ് ഈ കപ്പൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ചെരിവ് അതുപോലെ തുടരുന്നു. 15 ഡിഗ്രിയാണ് ചരിഞ്ഞിട്ടുള്ളത്. അത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. ഒപ്പം ഈ 3 കപ്പലുകൾ തുടർച്ചയായി, അതായത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് തുടങ്ങിയ ആ പ്രക്രിയ, ഈ വെള്ളം ചീറ്റിക്കൊണ്ട് കപ്പലിനെ തണുപ്പിക്കാനും സ്ഫോടക അല്ലെങ്കിൽ ഈ സാധനങ്ങൾ രാസവസ്തുക്കൾ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് വെള്ളം വളരെ വേഗത്തിൽ ചീറ്റിക്കൊണ്ട് അത് തണുപ്പിക്കുന്നൊരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അഗ്നി പടരുന്നതിൽ ഇതിലുള്ള കുറവൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തീയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പകരം വലിയ തരത്തിലുള്ള കറുത്ത പുകയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ വെള്ളം ചീറ്റി തീ അണയ്ക്കാനുള്ള ശ്രമം അവസാനം വരെ തുടരാൻ തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം നേവിയുടെയും തീരുമാനം. ഇത് നിരീക്ഷിച്ച് വരികയുമാണ്. ഒപ്പം ഓരോ മണിക്കൂറുകളിലും ഇൻക്വയസ് വഴിയുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ സ്ഥിതി വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നുകൊണ്ടൊന്നും തന്നെ ഇതിൽ തീ അണയ്ക്കാനോ മറ്റു തരത്തിൽ മാറ്റാനോ കഴിയില്ല. എന്തായാലും അവിടെ ഒരു പ്രതിസന്ധിയായി തുടരുന്നത് കറുത്ത പുക വലിയ തരത്തിൽ കാഴ്ച മറയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി. കാരണം ഈ തീ അണയാൻ തുടങ്ങിയതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള പുകയാണ് കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ആ പുക വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ പ്രക്രിയ നടത്തുന്നതും. എന്തായാലും ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, തീ പടരുന്നുണ്ടെങ്കിലും അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബിനോയ്, അതുപോലെ തന്നെ 4 ജീവനക്കാർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതായത് നേവിയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും ഷിപ്പുകൾ, കപ്പലുകൾ ആ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ ഇവരുടെ അനുമാനം ഇങ്ങനെയാണ്, ഇവർ ആ കപ്പലിലെ ഫയർ ഫൈറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി വിദഗ്ധ പരിശീലനം നേടിയ ആളുകളായിരിക്കും. ഈ തീ അണയ്ക്കുന്നതിനിടയിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതാണോ അതോ വെള്ളത്തിലേക്ക് ചാടി വഴിക്ക് മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ആ പരപ്പിൽ, അതായത് ആ സമുദ്രത്തിൻ്റെ തീരത്തോ ആ സമുദ്രത്തിന് സമീപത്തോ ഒന്നും തന്നെ ഇവരെ കണ്ടെത്തിയതായുള്ള ഒരു വിവരവുമില്ല. എന്തായാലും നേവി ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആതിര. ശരി ബിനോയ്, മറ്റ് വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ.
ഇപ്പോൾ വാൻഹായ് 503 എന്ന കപ്പലേശം ഒരു പശ്ചാത്തലത്തിൽ 4 കപ്പലുകൾ ഒരുമിച്ച് ചേർന്ന ഫയർ ഫൈറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കാരണം ഇന്നുകൂടി തീ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ നിലവിൽ ഇന്നലെ രാത്രി 15 ഡിഗ്രി ചെരിഞ്ഞിരുന്ന കപ്പൽ ഇപ്പോൾ 18 ഡിഗ്രി ചെരിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. തീ വീണ്ടും പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടത്തിന് സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനുള്ള ഒരു കിണഞ്ഞ പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തീയുടെ വ്യാപനം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരള തീരത്തെ സംബന്ധിച്ച് മറ്റ് ആശ്വാസകരമായ ഒരു കാര്യം കണ്ടെയ്നറുകൾ അതിവേഗം തെക്ക് ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് നാളെയോടുകൂടി ശ്രീലങ്കയുടെയോ തമിഴ്നാടിന്റെയോ തീരങ്ങളിലേക്ക് അടിയാനുള്ള സാധ്യതകളാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരള തീരത്തുള്ളവർക്ക് ആശ്വാസകരമാണ്. അപ്പോഴും ഈ കേരള തീരത്തുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലും ആശങ്കയിലുമൊക്കെയാണ്. ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ തീരദേശ ജില്ലകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ കപ്പലുകൾ മുങ്ങുന്നതും അല്ലെങ്കിൽ മറ്റ് കപ്പലപകടങ്ങൾ ഉണ്ടാകുന്നതും പൊട്ടിത്തെറി ഉണ്ടാകുന്നതുമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ചും ആശങ്കയുണ്ട്. എന്നാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീയുടെ വ്യാപനം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ശരി, റിയാസ് കണ്ണൂർ. അഴീക്കലിന് സമീപം തീപിടിച്ച കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ജലപ്രവാഹങ്ങളുടെ ഗതി അനുസരിച്ച് മാലിന്യങ്ങൾ തെക്കൻ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞേക്കാമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ ഈ തീപിടിച്ച വൻഹായ് ചരക്ക് കപ്പലിലെ തീയുടെ വ്യാപനം കുറഞ്ഞെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കുന്ന ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.